ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. അങ്കമാലി എളവൂർ മാളിയേക്കൽ കുടുംബാംഗമായ സിസ്റ്റർ പ്രീതി മേരി, കണ്ണൂർ തലശ്ശേരി ഉദയഗിരി സ്വദേശി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരാണ് അറസ്റ്റിലായത്. സിസ്റ്റർ വന്ദനയുടെ ധീരോചിതമായ മിഷനറി പ്രവർത്തനങ്ങളെപ്പറ്റിയും സിസ്റ്ററിനെ ജയിൽ മോചിതയാക്കാനുള്ള ശ്രമങ്ങളെപ്പറ്റിയും സംസാരിക്കുകയാണ് ഉദയഗിരി ഇടവക വികാരിയായ ഫാദർ സേവ്യർ പുത്തൻപുരയും അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് വള്ളിയിലും സഹോദരൻ ജിൻസൺ മാത്യു പൂച്ചവേലിലും. ഞാൻ ഉദയഗിരി പള്ളി വികാരി സേവ്യറച്ചൻ. ഇത് ഈ ഇടവകയിലെ കൊച്ചച്ഛൻ അമൽ വള്ളിയിലച്ഛന്. ഈ സിസ്റ്റേഴ്സിനെ മിഷണറിമാരെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢതന്ത്രം നോർത്തിൽ അവിടെയുള്ള തീവ്രവാദികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുക. അതിന് അവർ ഏതറ്റം വരെയും പോകാനും ഉത്സാഹിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢതന്ത്രം മെനയുന്നതും നമുക്കെല്ലാവർക്കും വളരെയേറെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമായത്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് സിസ്റ്റർ വന്ദനയുടെ ഭവനത്തിലാണ്. ഇത് സിസ്റ്ററിൻ്റെ അമ്മയാണ്, സിസ്റ്ററിൻ്റെ സഹോദരനാണ്. അങ്ങേപ്പുറം ഇരിക്കുന്നത് സിസ്റ്ററിൻ്റെ നാത്തൂൻ സഹോദരൻ ജിൻസിയേട്ടൻ്റെ ഭാര്യയാണ്. നമുക്കറിയാം ഈ വീട്ടിൽ 2 സിസ്റ്റർമാരും ഒരച്ഛനും ഉള്ളത്. അപ്പോൾ മക്കളിൽ 3 പേരെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നൽകിയ ഒരു അമ്മച്ചിയാണിത്. ഞാൻ സിസ്റ്റർ വന്ദനയുടെ സഹോദരനാണ്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ വന്ദന, പിന്നെ അതിൻ്റെ ഇളയ ഒരാൾ, 2 പേര് അവർ ASMI സിസ്റ്റേഴ്സാണ്. അവർ ഗ്രീൻ ഗാർഡൻസ് തലയോലപ്പുറം ചേർത്തല. അപ്പോൾ അവർ ഭൂരിഭാഗവും ഉത്തരേന്ത്യയിലാണ് അവർ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ മൂത്തയാളായ 59 വയസ്സുണ്ട് വന്ദന, സിസ്റ്റർ വന്ദന. പുള്ളിക്കാരി കുറേ കാലം ഈ ഛത്തീസ്ഗഡിൽ അവിടെ ജോലി ചെയ്തിരുന്നു, നാരായണപൂര്. അപ്പോൾ അത് കഴിഞ്ഞ് 1 കൊല്ലമായി ഇപ്പം അങ്ങോട്ട് ആഗ്രയ്ക്ക് അവർക്ക് മാറ്റമായി. അപ്പം ഭൂരിഭാഗവും പുള്ളിക്കാരി അവിടെ അവർക്ക് ഹോസ്പിറ്റലുണ്ട്, ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ പ്രായവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കുറച്ച് ചാരിറ്റി കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് സോഷ്യൽ വർക്ക്, ഇതൊക്കെയാണ് പുള്ളിക്കാരിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതനുസരിച്ച് അവർക്ക് ഹോസ്പിറ്റലുണ്ട് ആഗ്രയിൽ. ഹോസ്പിറ്റലിലേക്ക് ജോലിക്കാർ, പിള്ളേർ, ഇവരെ ഒക്കെ അവിടെ നിന്നൊക്കെ പിള്ളേർ, ഓരോ കാരണവന്മാർ അവരുടെ അവിടെ മഠമുണ്ട് നാരായണപൂര്, അവരോട് ചോദിക്കാറുണ്ട് സിസ്റ്ററെ എങ്ങനെയാലും അവിടെ അവർക്കൊരു ജോലി കൊടുക്കുമോ. അപ്പോഴും ആ പ്രായമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പറഞ്ഞു. അങ്ങനെ അവർ പിള്ളേരെ അവരുടെയൊക്കെ ആവശ്യപ്രകാരം അവിടുന്ന് 3 പിള്ളേരും അതിലൊരാളുടെ കസിൻ ബ്രദറും അവരങ്ങനെ പോരാൻ തയ്യാറായപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ദുർഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വാ എന്ന് പുള്ളിക്കാർ പറഞ്ഞു. അപ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പിള്ളേർക്ക് ഒരു 10 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം അവിടെ കൊണ്ടുവിടുക, അവിടം വരെ വരാം. ഈ പെൺകുട്ടികളായതുകൊണ്ട് പിന്നീട് യാത്രയിലായാലും ട്രെയിനിലായാലും ഇവർ ഇച്ചിരി ട്രൈബൽ ഏരിയ എന്നൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്ടാന്ന് ഓർത്തുകൊണ്ട് പുള്ളിക്കാരിയും വേറൊരു സിസ്റ്ററും കൂട്ടാൻ വേണ്ടിയിട്ട് ചെന്നതാണ്. അപ്പം ചെന്നു. ഇവർ ചെല്ലുന്നതിന് മുന്നേ ഈ കുട്ടികൾ, കസിൻ ബ്രദർ പറഞ്ഞ പുള്ളിയും റെയിൽവേ സ്റ്റേഷനിനകത്ത് കയറി. അപ്പോൾ അവരവിടെ നിന്ന് വരുന്നതാണ്, അവർക്കറിയത്തില്ല പ്ലാറ്റ് 1 ടിക്കറ്റ് എടുക്കണം. അവർ കയറി TTR പ്ലാറ്റ് 1 ടിക്കറ്റ് ചോദിച്ചു. പ്ലാറ്റ് 1 ടിക്കറ്റൊന്നുമില്ല, ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വരും, അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജോലിക്കാണോ എന്തിനാണ് പോകുന്നതെന്നൊന്നും ഇവർ പറയുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ TTRൻ്റെ ഇത് വന്ന് നോക്കിയപ്പം അവിടെ പോയിരിക്കുന്നെന്ന് പറഞ്ഞ് അവരെ ഇരുത്തി ടിക്കറ്റ് കൊണ്ടുവന്നിട്ട് വിടാം. ഇവർ വന്ന് ടിക്കറ്റുമൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇവരെ കൂടെ അവിടെ ഫോണുമൊക്കെ സ്വിച്ച് ഓഫ് ആക്കി പിടിച്ചിരുത്തുക ഇത്. അപ്പോൾ ഈ TTR എന്ന് പറയുന്ന പുള്ളി അവിടുത്തെ ഒരു ബജറങ്കൽ, അതിൻ്റെ ഒരു ആളായിരുന്നു പുള്ളി. മറ്റ് പല ആൾക്കാരെയും അവിടെ ഒരു ജ്യോതി സിംഗോ ഒരു ലേഡിയുണ്ട്, ആ പുള്ളിക്കാരി അവിടുത്തെ ഒരു ലീഡർഷിപ്പായിട്ട് നിൽക്കുന്ന കക്ഷിയാണ്. പുള്ളിക്കാരിയൊക്കെ വിളിച്ചിരുത്തി അവിടെ ദുർഗ് GRPS അങ്ങനെയാണ് അവിടെ പറയുന്നത്. അവരുടെ ആൾക്കാർ ഒക്കെ നിൽക്കുമ്പം പുള്ളിക്കാർ വരുന്നു, ഇവരുടെ ബാഗുകൾ പരിശോധിക്കുന്നു, മറ്റു കാര്യങ്ങൾ. ഇവർ ഒരു CSI വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അപ്പോൾ ഇവർ സാധാരണഗതിയിൽ അവരെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവരുടെ ബൈബിൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവരുടെ കൊന്ത കാണും. അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം എടുത്തിട്ട് പറക്കി. അപ്പോൾ ആ സിസ്റ്റേഴ്സ് എല്ലാം ഇതൊരു മതപരിവർത്തനമാണ്, അതാണ് ഇതാണ്. ഇവർ
കുട്ടികളെ പേടിപ്പിക്കാൻ തുടങ്ങി. ഇവർക്ക് സ്വന്തം ക്യാമറാമാന് അങ്ങനെയുള്ള സംവിധാനത്തിലാണ് അവർ വരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ എടുക്കുന്നു, ബാക്കി അവർ ക്യാമറാമാനെ മാറ്റി നിർത്തുന്നു, അവർ മർദ്ദിക്കുന്നു കുട്ടികളെ. കുട്ടികളിൽ നിന്ന് ഒരാളിൽ നിന്ന് ഇവർ തന്നെ എഴുതി കൊടുത്ത് ഒരു പൊഴിയൊക്കെ ഉണ്ടാക്കി വൈകുന്നേരം വരെ വെച്ച് ഇവരെ റിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നൊരു സംശയമാണ്. ഇപ്പോൾ ഈ വാദിയേയും പ്രതിയേയും എവിടെയെങ്കിലും ജയിലിലാക്കി ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ ഈ കേരളത്തിലൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ജയിലിലായിട്ടുള്ളൂ. ഇപ്പോൾ ഇവരിൽ സിസ്റ്റേഴ്സിനെ റിമാൻഡ് ചെയ്ത് ജയിലിലാക്കി മറ്റ് 3 കുട്ടികളെയും അവരുടെ ഒരു കസിൻ ബ്രദറിനെയും അവരുടെ ഒരു ഇല്ലീഗൽ ജയിൽ, അതായത് മഹിളാ മന്ദിരം എന്താണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ഇരുത്തി ഓരോ ദിവസവും ഇവരെ വിടാതെ, ഇവർക്ക് പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല, പാവം കുട്ടികളാണ്, അവരെ കൊണ്ട് പുതിയ പുതിയ മൊഴികളുണ്ടാക്കുക, മർദ്ദിക്കുക, ഇങ്ങനെയാണ് പരിപാടി. അപ്പം ഇന്നലെ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ജാമ്യം എടുക്കാൻ അപ്പോൾ നോക്കിയപ്പോൾ ഇന്നലെ പുതിയൊരു വകുപ്പ് കൂടെ ചേർത്തേക്കുന്നു, മതപരിവർത്തനം. അപ്പോൾ ഓൾറെഡി ഇവർ ക്രിസ്ത്യൻസാണ്, CSI ചർച്ച് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഞാനും ആ സിസ്റ്ററിൻ്റെ സഹോദരന്മാർ 2 പേരും അവർ സ്ഥലം MLA സജി ജോസഫും കൂടി ഇന്ന് ഛത്തീസ്ഗഡ് ഞങ്ങൾ തിരിക്കുക. അപ്പോൾ അവിടെ ചെന്നാൽ അവരെ കാണാനായിട്ട് സാധിക്കും, വക്കീൽ വഴി എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അവിടെ പോയി ആ ജയിലിൻ്റെ മുറ്റത്തെങ്കിലും നിന്ന് മുറ്റമിൽ നിന്ന് ആ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമേ അവരെ നിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സിസ്റ്റേഴ്സ് അവരെ ഇതുവരെ ദേഹോപദ്രവമൊന്നും ഏൽപ്പിച്ചിട്ടില്ല, പക്ഷെ അവരെ മാനസികമായിട്ട് വളരെ പീഡിപ്പിക്കുന്നുണ്ട്. ഒരു ഇടുങ്ങിയ ഹാളിൽ ആദ്യമേ ഇവരെ ഇട്ടപ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കൂടുതൽ ആളെ അങ്ങോട്ടാക്കുന്നു. ഒരു ടോയ്ലറ്റുണ്ട്, 2 സ്റ്റൂളുണ്ട്. അപ്പോൾ ഇവരുടെ സാധാരണ ഒരു സിസ്റ്റേഴ്സ് കോൺഗ്രിഗേഷൻ അവർക്ക് അവരുടേതായ ഒരു കാശുരൂപവും മാലയൊക്കെ ഉണ്ടാവും, നമുക്കറിയാം. അതൊക്കെ ഊരി വെക്കണം, അതൊന്നും ഇടാൻ അനുവദിച്ചിട്ടില്ല. പിന്നെ അവരുടെ ഉടുപ്പില്ലാഞ്ഞിട്ടായിരിക്കും ആ ഉടുപ്പ് ഇടാൻ അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ പേര് അമൽ വള്ളിയിൽ, ഉദയഗിരി പള്ളിയിലെ കൊച്ചച്ഛനാണ്. തങ്ങളറിഞ്ഞ ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിൻ്റെ നന്മ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയൊക്കെ അറിയിക്കാനായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നവരാണ് മിഷണറിമാർ. അവർ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുന്നവർ ഈ മതം സ്വീകരിക്കണം ഒരു നിർബന്ധമില്ല. പക്ഷേ ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയണം എന്നുള്ള ഒറ്റാഗ്രഹത്താലാണ് ഈ മിഷണറിമാർ സുവിശേഷ പ്രഘോഷണമായിട്ട് ലോകമെങ്ങും പോകുന്നത്. അപ്പോൾ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടതയോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. ആരെയും നിർബന്ധിച്ച് ഒരിടത്തും മതപരിവർത്തനം ക്രിസ്ത്യൻ മിഷണറിമാർ, പ്രത്യേകിച്ച് കത്തോലിക്ക മിഷണറിമാർ ഒരിടത്തും തന്നെ നടത്തുന്നില്ല. അപ്പോൾ ഇതിൽ ഈ താഴ്ന്ന അവസ്ഥയിൽ കിടക്കുന്ന അല്ലെങ്കിൽ വളരെ നിർധനാവസ്ഥയിൽ കഴിയുന്ന ആളുകളെ പുനരുദ്ധരിച്ചുകൊണ്ട് വരുമ്പോൾ തങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള അടിമകളായിട്ടുള്ള ഇവരെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയത്താൽ ആണ് ഈ പ്രമാണി വർഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, നമുക്കറിയാം സിസ്റ്റർ റാണി മരിയെ കുത്തിക്കൊന്നു, അതുപോലെ ഇപ്പോൾ ഇവരെ മാനസികമായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരവസ്ഥയിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി തിരിച്ചു വരുവാനും അവരുടെ വീടുകളിൽ ചെന്ന് അവരുടെ മാതാപിതാക്കളെയൊക്കെ കാണാനായിട്ടൊക്കെ ഒരു അവസരം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഞങ്ങൾ ഈ ആലക്കോട് ഫൊറാനയിലെ മുഴുവൻ ദേവജനവും ആലക്കോട് ടൗണിൽ ഒന്നിച്ചു കൂടുകയാണ്. ആലക്കോട് പള്ളിയിൽ നിന്നും ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനം ആലക്കോട് ടൗണിൽ നടത്തുകയാണ്. എത്തേണ്ടടുത്ത് എത്തണം. ഞങ്ങളുടെ അടുക്കൽ വോട്ട് ചോദിച്ച് മാത്രം വന്നാൽ പോരാ, ഞങ്ങൾക്ക് നീതി കിട്ടണം. ഹിന്ദുക്കൾക്ക് സഹോദരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നീതി, മുസ്ലിം സഹോദരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നീതി ഞങ്ങൾ അതിൽ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. കാരണം ഇത് ജനാധിപത്യ രാഷ്ട്രമല്ലേ, അതുമാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഞങ്ങൾക്കൊന്നും കൂടുതൽ വേണ്ട. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പ്രത്യേകിച്ച് മിഷണറിമാർ മറ്റുള്ളവർക്ക് വേണ്ടി ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഈ ക്രൂരതയും കൂടി കാണിച്ചെങ്കിലോ? കേരളത്തിൽ നവോത്ഥാനത്തിന് നല്ലൊരു പങ്ക് വഹിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. വളരെ നമുക്കറിയാം, ഒരു 1950 അതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ അവസ്ഥ വളരെ ശോചനീയമാണ്. എല്ലാവർക്കും അക്ഷരാഭ്യാസം പോലും ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്നുള്ള ആശയമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പോൾ സമൂഹത്തെ പുനരുദ്ധരിച്ചതൊക്കെ കേരളം മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെയും ലോകത്തും തന്നെ സമൂഹത്തെ പുനരുദ്ധരിച്ചതും ഉയർന്ന നിലവാരത്തിലേക്ക് അവരുടെ ജീവിത നിലവാരമൊക്കെ കൊണ്ടെത്തിക്കുവാനായിട്ട് സഹായിച്ചത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പോൾ അവരുടെ പങ്ക് വളരെ മഹനീയമാണ്. അത് നമ്മൾ വില കുറച്ച് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് മറ്റു മതക്കാർ പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്.